ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ ഡിസംബർ 2022 ഇതിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ആൻസർ ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷൻ 4 മാർക്കിൻ്റെ സെക്ഷനാണ്. ആൻസർ എനി ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 5. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ടോട്ടൽ 60 മാർക്കിലാണ്. അതിൽ 4 മാർക്ക് ഈ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് കിട്ടും. ഒന്നാമത്തെ ചോദ്യം, the molecular formula of glucose is C6H12O6. Its empirical formula is, അപ്പോൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല CH2O ആണ് എംപിരിക്കൽ ഫോർമുല. രണ്ടാമത്തെ ചോദ്യം, the number of neutrons, ശ്രദ്ധിക്കണം, the number of neutrons in bromine is, അപ്പോൾ അവിടെ ആറ്റോമിക് മാസ് നമ്പറും തന്നിട്ടുണ്ട്, ആറ്റോമിക നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആറ്റോമിക നമ്പർ ആണെങ്കിൽ ജസ്റ്റ് ആ ഇടത് സൈഡിൽ താഴെയുള്ളത് എഴുതിയാൽ മതി, 35. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ന്യൂട്രോൺസിനെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആറ്റോമിക മാസിൽ നിന്നും ആറ്റോമിക നമ്പർ കുറക്കണം. 80 - 35 ചെയ്താൽ 45 ആയിരിക്കും നമ്മുടെ ആൻസർ. അതിൽ മൂന്നാമത്തെ ചോദ്യം, ദ ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ആർ ആൾസോ നോൺ ആസ്, 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ചാൽക്കോജൻസ്. എന്തുകൊണ്ടാണ് ഈ 16 ഗ്രൂപ്പ് എലമെൻസിനെ ചാൽക്കോജൻസ് എന്നറിയപ്പെടുന്നത്? അതായത് ഈ 16ാം ഗ്രൂപ്പിൽ ആകെയുള്ളത് 5 എലമെൻറ്റ്സ് ആണ്, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം ആൻഡ് പൊളോണിയം. The elements in this group are also known as chalcogens or the ore forming particles. Ore forming elements എന്നാണ് ചാൽക്കോജൻസ്. അതിൻ്റെ വേറൊരു പേര് ഓർ ഫോമിംഗ് എലമെൻറ്റ്സ്. എന്തുകൊണ്ടാണ് അവ അങ്ങനെ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, മെനി എലമെൻറ്റ്സ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം സൾഫൈഡ് ഓർ ഓക്സൈഡ് ഓർസ്. ഈ ഓക്സൈഡ് ഓറിൽ നിന്നോ അല്ലെങ്കിൽ സൾഫൈഡ് ഓറിൽ നിന്നോ ഒരുപാട് എലമെൻറ്റ്സിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ആർ ആൾസോ നോൺ ആസ് ചാൽക്കോജൻസ്. നാലാമത്തെ ചോദ്യം, റൈറ്റ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ഈഥെയ്ൻ മോളിക്യൂൾ. ഈഥെയ്ൻ മോളിക്യൂളിലെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3. ഒരു 1s 3 p ഓർബിറ്റൽസും കൂടി ചേർന്നതാണ് ഈഥെയ്ൻ മോളിക്യൂളിലെ ഹൈബ്രിഡൈസേഷൻ, കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേറ്റ് ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ ശരി ഉത്തരം വർക്കാണ്, ഒരു സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലാത്ത ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ സ്റ്റേറ്റ് ഫങ്ഷൻ? എ പ്രോപ്പർട്ടി ഹൂസ് വാല്യൂ ഡസിൻ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ടേക്കൻ ടു റീച്ച് ദാറ്റ് സ്പെസിഫിക് വാല്യൂ. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞതിൽ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജിയൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻ ആണെങ്കിൽ, അതായത് എ പ്രോപ്പർട്ടി ഹൂസ് വാല്യൂ ഡസിൻ ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ടേക്കൺ ടു റീച്ച് ദാറ്റ് സ്പെസിഫിക് വാല്യൂ. അപ്പോൾ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജിയൊക്കെ സ്റ്റേറ്റ് ഫങ്ഷൻ ആണെങ്കിൽ, സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലാത്തൊരു ഫങ്ഷനാണ് വർക്ക്. ഇനി അടുത്ത സെക്ഷൻ, ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 15. 6 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ഉത്തരം എഴുതിയാൽ നമുക്ക് 2 മാർക്ക് വെച്ച് 16 മാർക്ക് ഇവിടെ നിന്നും സ്കോർ ചെയ്യാം. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കഴിയുമ്പോഴേക്കും 20 മാർക്കിനുള്ള ചോദ്യങ്ങളായി കഴിഞ്ഞു. ആറാമത്തെ ചോദ്യം, ഹൂ പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? സ്റ്റേറ്റ് ദ ലോ. ആൻസർ ആൻറ്റോയിൻ ലാവോയിസിയർ. ലാവോസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ലോ പറയുന്നത്, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലെങ്കിൽ ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ്. ദിസ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏഴാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്. ഫസ്റ്റ് വൺ, molarity. Molarity is the number of moles of solute present per liter of the
solution. Molality is the number of moles of solute present per kilogram of the solvent. എട്ടാമത്തെ ചോദ്യം, റൈറ്റ് എനി ടു ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ആറ്റം. ബോർ മോഡൽ ആറ്റത്തിൻ്റെ ഏതെങ്കിലും രണ്ട് ഡ്രോബാക്കുകൾ എഴുതുക. ഒന്നാമത്തെ നമുക്ക് പറയാം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. പിന്നെ നമുക്ക് പറയാം, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ്. കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ could not explain the ability of atoms to form molecules by chemical bonds. ഇനി ഒമ്പതാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം അയൺ He+ൻ്റെ ആണ്. അപ്പോൾ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് En -RH(Z²)/n² ആണ്. ഇതിൽ -RH എന്ന് പറയുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വില 2.18 × 10⁻18. Z എന്ന് പറയുന്നത് ആക്ച്വൽ ആറ്റോമിക് നമ്പർ ഓഫ് ആറ്റം ആണ്. അതായത് ഹീലിയം ആറ്റം ആവുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 2 ആറ്റോമിക നമ്പർ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോഴാണ് ഹീലിയം H+ അയോണായി മാറുന്നത്. അപ്പോൾ Z എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ഓഫ് ആക്ച്വൽ ആറ്റമാണ്. സ്മോൾ കേസ് NO നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആറ്റം ഇൻ ഇറ്റ്സ് അയണിക് സ്റ്റേറ്റ്. അപ്പോൾ ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകൾ ഒരെണ്ണം പോയല്ലോ, അപ്പോൾ ഒരു ഇലക്ട്രോണാണ് പിന്നുള്ളത്. ഈ വിലകളെല്ലാം ഇട്ട് കൊടുത്താൽ En -2.8 × 10⁻18 × 2² / 1². അതെല്ലാം കൂടി നമുക്ക് കാൽക്കുലേറ്ററിൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടുക -8.72 × 10⁻18 ജൂളാണ്. ബട്ട് വിശദമായിട്ടുള്ള അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. പത്താമത്തെ ചോദ്യം, സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പത്താമത്തെ ചോദ്യം. ഇതെല്ലാം 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 2 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം എഴുതിയാൽ 1 മാർക്ക്. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലമെൻറ്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻ ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ്. സബ് ക്വസ്റ്റ്യൻ, how many groups and periods are present in the modern periodic table? ആധുനിക പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പീരിയഡ്സ് ഉണ്ട്? അപ്പോൾ 18 ഗ്രൂപ്പ്സ് ആൻഡ് 7 പീരിയഡ്സ്. 11ാമത്തെ ചോദ്യം, മെൻഷൻ ദ വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ആൻസർ, ഡൗൺ ത്രൂ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കുറഞ്ഞു വരുന്നു. എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി? ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനർജി required to remove an electron from an isolated gaseous atom in its gaseous state. ഇതാണ് അയണൈസേഷൻ എനർജി. അപ്പോൾ ഈ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും കുറഞ്ഞു വരും. ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും എന്താണ്, ഷെല്ലുകളുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ ന്യൂക്ലിയസും ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അകലം വർദ്ധിക്കും. അപ്പോൾ ന്യൂക്ലിയസും ലാസ്റ്റിലുള്ള ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ മറ്റുള്ള ആറ്റങ്ങൾക്ക് എളുപ്പത്തിൽ പിടിച്ചു കൊണ്ടാകാൻ പറ്റും. അപ്പോൾ ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൻ എലമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് VSEPR തിയറി എന്നുകൂടി നോക്കാം. The valence shell electron pair repulsion
VSEPR theory is a model used to predict 3D molecular geometry based on the number of valence shell electron bond pairs among the atoms in a molecule or ion. 12ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് വാട്ടർ മോളിക്യൂൾ യൂസിങ് VSEPR തിയറി. ആൻസർ ആണ്, വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻസ് 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്. ആ 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിൽ 2 bond pairs and 2 lone pairs. Hence, the expected shape of the molecule is tetrahedral. But due to the greater repulsion between lone pairs, the shape is distorted to bent or angular structure or inverted V shape, and the bond angle is 104.5 degree. 13ാമത്തെ ചോദ്യം, are all the 5 bond lengths in PCl5 molecule equivalent? ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിലെ എല്ലാ ബോണ്ട് ലെങ്ത്തും തുല്യമാണോ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ആൻസർ ഇതാണ്, നോ. ഫസ്റ്റത്തെ ആൻസർ എന്താ? നോ, ഇല്ല, അല്ല. PCl5 എല്ലാ ബോണ്ട് ലെങ്ത്തും തുല്യമല്ല. ഇന്നേരം അതിൻ്റെ എക്സ്പ്ലനേഷനാണ്. PCl5 there are 2 types of phosphorus and chlorine bonds, axial bonds and equatorial bonds. The axial bond pairs are more repelled by the equatorial bond pairs. So, the axial bond length is greater than the equatorial bond length. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു അല്പം കൂടി അതിൻ്റെ ഒരു വിശദീകരണം കേട്ടു നോക്കാം. ഇനി നമുക്ക് ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോണുകളുണ്ട്. ഈ 5 ഇലക്ട്രോണുകളും 5 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് എന്ത് ചെയ്തു? 5 ഇലക്ട്രോണുകൾ 5 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, കോവാലൻ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഷേപ്പുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി അതിൻ്റെ താഴെ എഴുതിയ നോട്ട് ശ്രദ്ധിക്കുക. ഫോസ്ഫറസ് പെൻറ്റാക്ലോറിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ നിങ്ങൾ? ആ ട്രയാങ്കിളിൻ്റെ 3 മൂലയിലുള്ള ക്ലോറിനുകൾ ഉണ്ടല്ലോ. ഫോസ്ഫറസും ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകളിലെ ക്ലോറിനും തമ്മിലുള്ള ബോണ്ടിങ്ങിന് നമ്മൾ ഇക്വിറ്റോറിയൽ ബോണ്ട് എന്നാണ് പറയാം. എന്നാൽ ഫോസ്ഫറസിൻ്റെ തലക്ക് മുകളിലും തലക്ക് താഴെ, അല്ലെങ്കിൽ ബോഡിക്ക് താഴെ, അല്ലെങ്കിൽ മുകളിലും താഴെയുള്ള 2 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ടുള്ള കോവാലന്റ് ബോണ്ടിങ്ങിന് പറയുന്ന പേര് ആക്സിയൽ ബോണ്ട് എന്നാണ്. ഈ ടേമുകൾ നമ്മൾ ഇനിയും കേൾക്കും. അപ്പം മുകളിലും താഴെയുള്ളത് ആക്സിയൽ ബോണ്ടുകൾ, പിന്നെ ട്രയാങ്കിളിൻ്റെ 3 മൂലകളിലുമുള്ളത് ഇക്വിറ്റോറിയൽ ബോണ്ടിങ് ആണ്. അപ്പോൾ there are 5 ഇലക്ട്രോൺ പെയേഴ്സ് അല്ലെങ്കിൽ 5 ബോണ്ട് പെയേഴ്സ് അറൗണ്ട് സെൻട്രൽ ആറ്റം. നമ്മൾ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റുമുള്ള പെയേഴ്സിനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? 5 ബോണ്ട് പെയറുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് PCl5 ഒരു ട്രയഗണൽ ബൈ പിരമിഡ് ഷേപ്പാണ്. അടുത്ത പോയിന്റ് നോട്ടാക്കിയത് നോക്കുക. there are 5 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 5 ബോണ്ട് പെയേഴ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം P പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡാണ്. രണ്ടാമത്തെ പോയിന്റ്, 3 chlorine atoms are in the same plane at an angle of 120 degree. അത് ശ്രദ്ധിക്കുക. ഈ ക്ലോറിൻ ആറ്റങ്ങൾക്കിടയിൽ 3, അതായത് ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലുള്ള ക്ലോറിൻ ആറ്റങ്ങളും ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡും തമ്മിലുള്ള ആംഗിൾസ് 120 ഡിഗ്രി ആയിരിക്കും. ബാക്കിയുള്ള 2 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ടുള്ള ബോണ്ട് പെയർ ഉണ്ടല്ലോ, അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നിൽക്കുക. സെൻട്രലുള്ള ഫോസ്ഫറസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇനി മൂന്നാമത്തെ ഫോട്ടോയിലുള്ള മൂന്നാമത്തെ പോയിന്റ്, ഇൻ PCl5 ആക്സിയൽ ബോണ്ട്സ് ആർ ലോങ്ങർ ദാൻ ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. ഈ ആക്സിയൽ ബോണ്ട് എന്ന് പറഞ്ഞില്ലേ, പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന 2 ബോണ്ടുകൾ, അതിന് നീളം കുറച്ച് കൂടുതലായിരിക്കും.
കാരണം ടു ദ റിപ്പൽഷൻ ഫ്രം ഇക്വിറ്റോറിയൽ ബോണ്ട്സ്. ഈ ഇക്വിറ്റോറിയൽ ബോണ്ടുകളിൽ നിന്നുള്ള റിപ്പൽഷൻ കാരണം ആക്സിയൽ ബോണ്ട്സ് കുറച്ച് അകന്ന് നിൽക്കും, മുകളിലും താഴെ. അപ്പോൾ ഈ ബോണ്ടിൻ്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഇലക്ട്രോണുകൾക്ക് എനർജി കൂടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതായത് ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യും, ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും. അതുകൊണ്ട് they are easily broken. That is why PCl5 molecule is thermally unstable. അങ്ങനെ പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ ഈ പെർപെൻഡിക്കുലാറായി നിൽക്കുന്ന ക്ലോറിനുകൾ വളരെ പെട്ടെന്ന് തന്നെ ഫോസ്ഫറസുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ലിബറേറ്റ് ചെയ്തു പോകും. അപ്പോൾ തെർമലി വളരെ അൺസ്റ്റേബിൾ ആണ്. അതാണ് അവിടെ അടുത്ത പോയിന്റ് കൊടുത്തിട്ടുള്ളത്. PCl5 ഓൺ ഹീറ്റിംഗ് ഗിവ്സ് PCl3 പ്ലസ് Cl2. PCl3 എന്ന് പറയുന്നത് എന്താണ്? ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡിൻ്റെ ഇക്വിറ്റോറിയൽ ബോണ്ടിങ് ഉണ്ടല്ലോ ക്ലോറിനുമായിട്ട്, അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും, മറ്റേത് ലിബറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് നമുക്ക് പറയാം PCl5 ഈസ് റിയാക്റ്റീവ്. പിന്നെ ട്രയാഗണൽ ബൈ പിരമിഡ് ഷേപ്പ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണാം അവിടെ. 14ാമത്തെ ചോദ്യം, വാട്ട് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്? ഗിവ് ആൻ എക്സാമ്പിൾ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടികൾ എന്താണ്? അതിന് ഒരു ഉദാഹരണം നൽകുക. ദീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ദീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ചേഞ്ച് വെൻ എ സിസ്റ്റം ഈസ് ഫർദർ ഡിവൈഡഡ്. അത്തരം തരത്തിൽ പ്രോപ്പർട്ടീസിനാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിളേ ചോദിച്ചിട്ടുള്ളൂ, നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. മാസ്, ഏരിയ, വോളിയം, ലെങ്ത്, ഹീറ്റ് കപ്പാസിറ്റി, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ആൻഡ് ഗിബ്സ് എനർജി. ഇതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് ഉദാഹരണങ്ങളാണ്. 15ാമത്തെ ചോദ്യം, റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ ഗിബ്സ് ഇക്വേഷൻ ഈസ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതിൽ ഓരോ ടേമും ഡെൽറ്റ ജി ഈക്വൽ ടു ഗിബ്സ് എനർജി ചേഞ്ച്, ഡെൽറ്റ എച്ച് ഈസ് എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ആൻഡ് ടി അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗിബ്സ് എനർജി എന്ന് നമുക്കൊന്ന് അല്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. Gibbs energy is defined as the maximum amount of available energy that can be converted to useful work. It is given by the equation G equal to H minus Ts. എന്താണ് ഗിബ്സ് എനർജി എന്ന് പറഞ്ഞാൽ? the maximum amount of available energy that can be converted to useful work. അത് it is given by the equation G equal to H minus Ts. ഇനി ഗിബ്സ് ഇക്വേഷൻ ആണ് ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഗിവ്സ് എ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇഫ് ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ്, ദ പ്രോസസ് ഈസ് സ്പോണ്ടേനിയസ്. ഇഫ് ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്, ദ പ്രോസസ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഇപ്പോൾ നമ്മൾ ഈ ഗിബ്സ് ഇക്വേഷനിൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗിബ്സ് എനർജി ചേഞ്ച് ആണ്, ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് ആണ്, ടി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ് എന്നെല്ലാം ഇതിനു മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞു.